ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഷഹീദ ഷാലൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് ചുങ്കിടി വീഡിയോ ചെയ്യാത്തത്? അത് നമ്മൾ ട്രയൽ അടിച്ചു വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അടിച്ചു വന്നിട്ട് 56ഉം 60ഉം ആയിട്ട് ചെറിയ കളറിൻ്റെ മാറ്റങ്ങളുണ്ട്. ഡാർക്കും ലൈറ്റും ആയിട്ട് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി 60 ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും 56 ഇല്ലേ, 56 ഇതിൻ്റെ 56ഉം ആണ്. അപ്പോൾ നമുക്ക് ഓർഡർ എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എന്തിനാണ് അത് ആദ്യം വീഡിയോ ഇട്ടത് ചോദിച്ചാൽ, ചിലപ്പോൾ നമുക്ക് ചുങ്കിടി ഓർഡർ വരുമോ ഇല്ലേ എന്നറിഞ്ഞിട്ട് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നു. പിന്നെ അഖിലേ ഇവിടെ വാ, അങ്ങനെ വിളിച്ചാൽ ചിലപ്പോൾ ചിലവർക്ക് അറിയില്ല. ശാലു പറഞ്ഞാൽ അപ്പോൾ കുറേ ആൾക്കാരായി ശാലുവിന് എന്ത് പറ്റി എന്ന് ചോദിക്കണം. ശാലുവിന് എന്ത് പറ്റി ചോദിച്ചാൽ ഇനി ഓൻ്റെ അടുത്തേക്ക് പോകേണ്ട കാലമാണ്. ഓൻ ഇങ്ങോട്ട് വരില്ല. ഓൻ്റെ കാല് ഒന്ന് ഉളുക്കിയത് പടം മറിഞ്ഞത് എന്തോ ആണ്. അത് കുറേയൊക്കെ ഉമ്മാർ പറയണത് കേൾക്കണം. വരുന്നുണ്ട്. ഓന് ഒരു ചെരുപ്പ് എടുത്തു പറയണം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓനൊരു ചെരുപ്പ് എടുത്തു. ആ ചെരുപ്പ് എടുക്കുമ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു, കുട്ടി ഇത് സ്ലിപ്പാകും. ക്യാമറൊക്കെ തുടച്ചോക്കണം. ഇത് സ്ലിപ്പാകും കുട്ടിയെ, ഇതെടുക്കണ്ട. പക്ഷെ എനിക്ക് അതന്നെ മതി, അതിടാൻ നല്ല സോഫ്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഇട്ടിട്ട് ആദ്യം ഒന്ന് കൊയിഞ്ഞാടി, രണ്ടാമതും കൊയിഞ്ഞാടി, മൂന്നാമതും കൊയിഞ്ഞാടിയപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി ആ ചെരുപ്പ് ഒഴിവാക്കിക്കളാന്ന്. ഓൻ ആ ചെരുപ്പ് തന്നെ മതിയായിരുന്നു. ആ ചെരുപ്പ് എനിക്ക് അത്രക്ക് ഇഷ്ടമായിക്കണം. അപ്പോൾ ആ വീഴ്ചയൊന്നും എനിക്ക് പ്രശ്നമില്ല. ഒരു ദിവസം നമ്മൾ പൂച്ചത്തീറ്റ് വാങ്ങാൻ പോയപ്പോൾ അവിടുന്ന് ഓന് ഇവിടെ പ്രയാച്ചിട്ട് കണ്ടുക്കണം, പക്ഷെ വീണില്ല. അപ്പോൾ ഓട്ടോക്കാരൻ നമ്മളോട് പറഞ്ഞു, ആ ചെരുപ്പ് ആ കുട്ടിക്ക് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇവിടെ കൊടുന്ന് വീണ്ടും വീണു. ഞാൻ പറഞ്ഞില്ല, തിങ്കളാഴ്ച വീണൊന്നും വീണ് കാണില്ല. അതിനൊന്നും വലിയ പരിക്കില്ലാതെ അങ്ങനെ എന്താണ് പടച്ചോൻ്റെ ഒരു ഇതുകൊണ്ട്. പിന്നെ ഇപ്പോൾ കുറേ കൊടുത്താൽ പടച്ചോന് നല്ല, ഇത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവണില്ല എന്ന് വിചാരിച്ചില്ലേ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വീണ്ടും കടയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ആ ചെരുപ്പ് തടഞ്ഞ് വീണ്ടും വീണു. നല്ല കാല് നല്ലോ വീങ്ങി വന്നു. ഇന്നലെ വൈകുന്നേരം വെറുതെ ഇരിക്കുന്നിടത്ത് ഞാനൊന്ന് കൂടലങ്ങാടി പോയതാണ്. അപ്പോൾ പറഞ്ഞു കാലുവേദനയാണ്. അവൻ പറഞ്ഞ മെഡിക്കൽ സ്റ്റോറിൽ പോയിക്കാണ്ട് മരുന്ന് വാങ്ങിച്ച് പോന്നളാന്ന് പറഞ്ഞു അവനോട്. അപ്പോൾ അവന് മെഡിക്കൽ സ്റ്റോറിൽ ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, കാല് കൊക്കിച്ചാടി അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞു വാങ്ങി തരൂല എന്ന് പറഞ്ഞു. അതിലും പോയി വാങ്ങി വന്നിട്ട് അവിടെ പോയിക്കൊണ്ട് എന്നോട് പറഞ്ഞു, അവിടെ എല്ലിൻ്റെ ഡോക്ടറിൻ്റെ അടുത്തമ്മ ഡോക്ടറെ കാട്ടണോ ചോദിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി. ഏതായാലും നമ്മളെ മക്കളല്ലേ പറഞ്ഞ് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഓൻ ആ ചെരുപ്പിൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഓനത് ഒഴിവാക്കാതെ. ഞാൻ ഏതാ കൂടലങ്ങാടിയിൽ നിന്ന് വീണ് പറഞ്ഞില്ലേ, അന്ന് ഞാൻ ആ പോക്ക് ഞാൻ മലപ്പുറത്ത് പോയിട്ട് എനിക്ക് വേറെ ചെരുപ്പ് വാങ്ങി കൊടുത്തുക്കണം. അതാണ് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞത്. വേറെ ചെരുപ്പ് വാങ്ങി കൊടുത്തു. കൂടലങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ മലപ്പുറത്ത് പോയിട്ട് പോസ്റ്റ് ഓഫീസിൽ തിങ്കളാഴ്ച വാങ്ങി തന്നെ എന്നാൽ ഒരാഴ്ചയായി വാങ്ങി കൊടുത്തിട്ട് ഇന്നിട്ടും ആ കുട്ടി ഈ ചെരുപ്പ് ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു, എല്ല് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ വേദന വിട്ടിട്ടില്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഇപ്പോഴും കൊക്കി ചാടി നടക്കുക തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്നും വേദന മാറിയിട്ടില്ലെങ്കിൽ നാളെ പോയിട്ട് എക്സ്റേ എടുക്കണം. അപ്പോൾ അതാണ്. അപ്പോൾ പടം മറിഞ്ഞത് ഒളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്നലെ എന്ത് ചെയ്തിരുന്നു, നേരത്തെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഓൻ എന്ത് ചെയ്തു, സ്കൂളിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഓൻ നേരെ ഇങ്ങോട്ട് കടയിലേക്ക് വന്നതാണ്. ആ സമയത്താണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി കൊണ്ടുപോയി. ഇപ്പം മരുന്നും ഓയിൽമെൻറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അവന് കാല് ഭയങ്കര വേദന. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശാലുവിന് എന്ന്. അപ്പം ശാലുവിന് പറ്റിയത് ഇതാണ്, ആ ചെരുപ്പ് നന്നായാൽ പോരാ. അല്ല, ചെരുപ്പിൻ്റെ പ്രശ്നം കൊണ്ടും
എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ കുട്ടീനോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ചെരുപ്പ് ഒഴിവാക്കാൻ. അപ്പോൾ ചെരുപ്പ് ഒഴിവാക്കിയിട്ടില്ല. അപ്പം വേറെ ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. ചെരുപ്പൊക്കെ വാങ്ങിക്കൊടുത്തിട്ടും പിന്നെയും അതന്നെ ഇട്ട് നടന്നതാണ്. പിന്നെ ഓൾറെഡി തടിയുള്ളതാണ്. അപ്പോൾ ചതവായിരിക്കും, പൊട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് പൊട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയും പൊട്ടൊന്നുമില്ല. പൊട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം നമ്മൾ ഈ ഇറച്ചിമന്നൊക്കെ അങ്ങോട്ട് എല്ലുമ്പൊക്കെ എത്തണമെങ്കിൽ പാടാണല്ലോ. പക്ഷേ ചതവ് ഭയങ്കര വേദനയാണ്. ഞാൻ നാളെ കടലിൽ പോയിട്ട് അന്നിൻ്റെ കാലിൻ്റെ പാഴ നീങ്ങിയിട്ടേ അവൻ്റെ മോനെ ഞാൻ വിചാരിച്ചു മരിച്ചാൽ മതി, ഇതൊക്കെ നല്ലത് അന്ന് ആ കടലിൽ തിരിച്ചു കയറാതിരിക്കുകയായിരുന്നു. കടലിൽ നിന്ന് വലിച്ചിട്ട് കിട്ടാത്തിൻ്റെ ഇവര് വരെ തിങ്ങിങ്കലം മാതിരിയല്ലേ. അതിലാണ് പോയിട്ട് എന്തേ ഇവരുടെ കാലിന് പിടുത്തം കിട്ടിയപ്പോൾ കാല് പിടിച്ച് വലിച്ചു. ഞാൻ വിചാരിച്ചു വലിച്ചണ്ടില്ലായിരുന്നു എന്ന്. കാരണം എന്താ, കാല് ഇവിടെ പിടിച്ച് വലിച്ചപ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ നിന്ന് പാട നീങ്ങിയിട്ട് ഇവിടെ വന്നേക്ക് പഠിച്ചോനെ ആയിക്കൂടെ പോയാൽ മതിയായിരുന്നു 100 വട്ടം ചിന്തിച്ചിരുന്നു. അപ്പോൾ ശാലുവിൻ്റെ ഇതിപ്പോൾ സംഭവിച്ചത് അതാണ്. പിന്നെ ഫ്രോക്ക് മാക്സി പറഞ്ഞാൽ ഇവിടുത്തത് ഇന്ന് തീരുമാനമായി, 56 തീരുമാനമായി. 60ൻ്റെത് അവിടെ കുറച്ച് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. 56 കുറച്ചും കൂടിയും പീസ് വരാനുണ്ട്. 60 ഓൾറെഡി തീരുമാനമായി. കുറേ ആൾക്കാർ ചോദിച്ചു, കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഞാനവിടെ പെയിൻറ്റിങ്ങിൽ ഇട്ടതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില കളർ മാത്രം പോയതായപ്പോൾ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ചുങ്കിടി ഫ്രോക്ക് മാക്സിൻ്റെ വീഡിയോ വരും. അപ്പോൾ അതുകൊണ്ടാണ് ലെങ്ത്ത് 56 ഉണ്ട് 60 ഉണ്ട്. പ്രൈസ് എത്രയെന്ന് പറയാത്തത് കേട്ടോ. ഓക്കെ, നമ്മളെ ഷോപ്പൊക്കെ ഫുള്ള് കട കാലിയാക്കുകയാണ്. ഫുള്ള് വിറ്റ് ഒഴിവാക്കണം. ഫുള്ള് വിറ്റ് ഒഴിവാക്കണം. കടയിലുള്ള കട കൊടുക്കണില്ല കേട്ടോ. കട ഇനി ആരെങ്കിലും കട കൊടുക്കുന്നുണ്ട് പറഞ്ഞ കട കഴിഞ്ഞ പ്രാവശ്യം ഇതാക്കും വേണ്ട, കട കൊടുക്കണില്ല. കടയിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയും വീഡിയോസ് അങ്ങനെ ചിലപ്പോൾ വന്നതും വരാത്തും ബാലൻസ് ഉള്ളതൊക്കെ വരും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി എന്തുള്ളൂ അടുത്തത് എന്താണെന്നുള്ളത് വീഡിയോസ് വരും. അടുത്തത് ചിലപ്പോൾ വേറെ ഐറ്റംസ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ ഇതന്നെ ആയിരിക്കും.